ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നമ്മുടെ ആദിമോനും കൂടി പിന്നെ ചാവക്കാട് വന്നിട്ടുള്ളേ, ചാവക്കാട് ഫാം വില്ലയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് സാധനം നമ്മളിവിടെ പിന്നെ അധികം ഞാനും ഇഷാമാണ് കൂടുതലും പർച്ചേസ് ഒരുമിച്ച് നമ്മൾ ചെയ്യലട്ടോ. എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പെറ്റ് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ട് പോവാം. നമ്മൾ എറണാകുളത്ത് പോകുന്ന വഴിക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫാം വില്ല ഒന്ന് മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊത്തം ഫാം വില്ലയിലുള്ള സംഭവമെല്ലാം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. കുറേ നാളായില്ല നമ്മൾ പെറ്റ് സ്റ്റേഷൻ തന്നെ കാണുന്നത്. അപ്പോൾ അതേപോലത്തെ വേറൊരു പാർക്കും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഇതേപോലെ നമ്മളെപ്പോലെ പ്രാന്തുള്ള ഒരാളാണ് കേട്ടോ ഇഷാമും ഇതേപോലെ നമ്മളെപ്പോലെ വളർത്തി കൂടുതലായി വന്നപ്പോൾ ഒരു എന്താ പറയുക, പെറ്റ് സ്റ്റേഷൻ മോഡലൊന്ന് പിന്നെ എൻട്രി ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ലൊരു പാർക്കാണ് ചാവക്കാടുള്ള ഫാം വില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പരിസരവാസികൾ ഇപ്പം മുന്നേ നമ്മൾ വീഡിയോ ഇടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം നമ്മുടെ വീഡിയോക്ക് വന്നിട്ട്, അതുപോലെ ഇവിടെ വന്നിട്ടും അഭിപ്രായമൊക്കെ പിന്നെ കമൻ്റായിട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. അതുപോലെ ഇഷാമും പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് തുടക്കത്തിലാണ് ചെയ്തത്. ഇപ്പോൾ ഉണ്ടായി ഇപ്പോൾ ഇവിടുത്തെ പാമ്പൊക്കെ വളർന്ന് നല്ല, അതേപോലെ പിന്നെ നല്ല രീതിയിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം മൊത്തം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതി കയറിക്കൂടെ? ഹായ് പറഞ്ഞേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹായ്. പിന്നെ ആദിക്കും പിന്നെ ഇവർക്കൊന്നും തീരെ താല്പര്യമില്ല കയറാൻ. അപ്പം ഞാൻ ഏതായാലും ഒന്ന് പോയി കയറി നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ. ഓക്കെ, അപ്പോൾ ഈ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഫാമില്ല എന്നുള്ള പേരിട്ടത് ഞാനാണ് കേട്ടാ. ഓക്കെ, നമ്മുടെ പഴയ പെറ്റ് സ്റ്റേഷൻ്റെ പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ അകത്തുള്ള നമ്മളെ വീടില്ലേ, അതിൻ്റെ പേരായിരുന്നു ഫാമില്ല എന്നുള്ളത്. അപ്പോൾ എന്നോട് ഇഷാം പറഞ്ഞൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഫാമില്ല എന്നിട്ട് ഒന്നും നോക്കണ്ട. അപ്പോൾ എന്തായാലും അതും ഒരു ക്ലിക്ക് ആയിട്ടാ, അത് നമ്മളെ ക്രെഡിറ്റിലിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ കയറിയിട്ട് കാണാം. കയറുമ്പോൾ തന്നെ ഉണ്ടാ നല്ല പാമ്പുകൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. പാമ്പിൽ എന്തൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറാട്ടാ. വാ, അകത്തോട്ട് കയറാം. ഇഷാമിനൊന്ന് വിളിച്ചോക്കട്ടെ. കയറുമ്പോൾ തന്നെ ഒട്ടകം നമ്മളെ വരവേൽക്കുന്നുണ്ടേ. എല്ലാവർക്കും വിളിയല്ലേ നമ്മളെ സെയിം വിളിയുണ്ട് കേട്ടാ. വിളിക്കുന്നുണ്ടാ. ഐഷ്, അതാ ഇതാ ഇഷാമിനെ കണ്ടിട്ടുണ്ടേ. ഹായ്, എപ്പോൾ എത്തിയെന്നാ? അതെ, ജസ്റ്റ് ഇങ്ങനെ വന്ന് കയറുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ കയറാന്ന് വിചാരിച്ചു. ഇതാ നമ്മുടെ ഇത് വലുതായല്ലേ. ഇപ്പം എത്ര മാസമായി? ഒന്നര വയസ്സായിട്ടുണ്ടാവില്ലേ? 1.5 വയസ്സ് കഴിഞ്ഞല്ലേ? ഇത് ബേബിയാണ്. ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഇതമ്മ. ആ മണ്ണി കളിച്ചോണ്ടാണ് കളർ ഇതായതല്ലേ. അല്ലെങ്കിലും പെറ്റ് സ്റ്റേഷനിലെ വൃത്തിയൊന്നും നിങ്ങളുടെ പറയാനൊന്നും വേണ്ടട്ടാ. അതൊന്നുമില്ല, നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. നല്ല അടിപൊളി കുട്ടി കേട്ടോ, നല്ല ലക്ഷണത്തെ കുട്ടി. ഓക്കെ, ഇതിനെന്താ പേരിട്ട് ഷമേ? ഇത് നൂറ, ഇത് ഹൈറ കേട്ടാ. ഹൈറ നമുക്കറിയാം, നൂറ ഇപ്പോൾ പുതിയ കുട്ടി. നല്ല കുട്ടിയല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിയും കയറി വന്നിട്ടുണ്ട്, നല്ല ഷേപ്പും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരാളെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് സ്വാൻ അന്നേ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ വൈറ്റ് സ്വാനെ കൊണ്ടുവന്ന് വെച്ചേട്ടാ. അത് 3 ആളുണ്ടായി. അപ്പോൾ ഒരാളെ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈറ്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കേട്ടാ. ഓക്കെ, നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടിട്ട് പിന്നെയും ഇവിടെ ഈ കുളത്തിൽ 3 ആളെ ഉണ്ടായത്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് പിന്നെ തിരിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ നമ്മളതിനെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ ആംബിയൻസ് ഒക്കെ എന്താ രസം നോക്കിയേ, അല്ലേ? ഒരു ഫ്രെയിമിൽ ഒരു ചെറിയ വീടും അത് ടോയ്ലറ്റും കാര്യങ്ങളല്ല ചെയ്തത്. ഓക്കെ, അവർക്ക് സ്റ്റാഫിന് താമസിക്കാനും കാര്യങ്ങളിലായിട്ട് ഉണ്ടാക്കിയാന്നേ. മൊത്തത്തിൽ നല്ല രസമായിട്ടേ. ബാക്കി ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതേപോലെ ഒരു സംഭവം കാണിച്ചാലേ, ഇവിടെ നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഇവർ ഫുള്ള് മിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മിസ്റ്റ് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഉണ്ടാ. എല്ലായിടത്തും നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ മേലെ ഇങ്ങനെ മിസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണവും ഉണ്ടാവും. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി.
പക്ഷെ പ്രാവല്ലാതെ പുറത്തിരിക്കുന്നു. പിന്നെ ഇത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, നല്ല ഫുള്ള് പച്ചപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ സെയിം ഇതെല്ലാം നമ്മളധികം 2 വാങ്ങിക്കട്ടോ. ഒന്ന് നമ്മളും വാങ്ങിച്ചു, ഒന്ന് ഇഷാവും വാങ്ങിച്ചു പെറ്റ് സ്റ്റേഷൻ ഫാം വില്ലിലേക്കും. അതുപോലെ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവം. അതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ എടുക്കാൻ വന്ന നമ്മുടെ പിന്നെ കാളവണ്ടി നമ്മൾ ഇതേപോലെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടത്തേക്കും ഒന്ന് പെറ്റ് സ്റ്റേഷനിലേക്കും. അപ്പോൾ പെറ്റ് സ്റ്റേഷനിലേക്കുള്ളത് നമ്മൾ കൊണ്ടുപോവാം. ഓക്കെ, ഫാം വില്ലിൻ്റെ ബോർഡും കാര്യങ്ങളും അങ്ങനെയുണ്ട്. മൊത്തത്തിൽ കാഴ്ച നല്ല രസമില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെയുണ്ട് ബ്ലാക്ക് സ്വാനെയും കൂടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ പ്രാവും കാര്യങ്ങളിലൂടെ ഓപ്പൺ ആയിട്ട് വിട്ടിട്ടുണ്ട്. കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് ഇതാ നല്ല ബ്ലാക്ക് സ്വാൻ. നമ്മളതേപോലെ തന്നെ 2 ആളുണ്ട്. അതുപോലെ ഇഷാം ഒരാളെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യവാ, കൂടുതൽ നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ അതന്നല്ലേ? ഓക്കെ, നല്ലതുണ്ടല്ലേ. അപ്പോൾ ഒന്ന് പെറ്റ് സ്റ്റേഷനിലേക്ക് സെറ്റ്. നമ്മൾ 2 പറഞ്ഞിട്ടുണ്ടേ, ഒന്ന് ഇഷാം എടുത്തിന്, ഒന്ന് നമ്മളും. ഓക്കെ, നല്ല ഭയങ്കര രസമല്ലേ. പുറത്തിറങ്ങി മൂത്രമൊഴിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടേ. ഐഷ്, എൻ്റെ പേരിട്ടെ? പേര് ചോക്കോസ് അല്ലേ? പേര് മാറിപ്പോയില്ല, ചോക്ലേറ്റ് ഓർമ്മ വരും. അടിപൊളി. ഇന്ന് മറ്റേ വീഡിയോഗ്രാഫർ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇഷാമിൻ്റെ അടുത്തില്ല ആരോ ഒരാൾ വീഡിയോ എടുക്കും, ഭയങ്കര വീഡിയോഗ്രാഫറാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക. അതുപോലെ ഇഷാമിൻ്റെ അടുത്ത് പിന്നെ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീൽസ് ചെയ്യുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫണ്ണി റീൽസും കാര്യങ്ങളൊക്കെ ആനിമൽസിനെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടുത്തെ കോഴിപ്പോണ്ടാണ് ഈ കാണുന്നത്. കുറച്ച് ഫീഡാക്കട്ടെ. വാ 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 വാട മക്കളെ. കുറച്ചും കൂടെ തന്നെ. ഇതെപ്പോൾ എവിടെ പോയാലും ഒരു രസമുള്ള പരിപാടി തന്നെ. വാ, അതേപോലെ കലാത്തിയെല്ലാം വെച്ചിട്ട് അത്യാവശ്യം പ്ലാന്റ് കൂടെ നല്ല കളി കളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ പ്ലാന്റാണ് നമ്മളവിടെ പ്രശ്നം. നമ്മളവിടെ അത്ര നല്ല രീതിയിൽ പ്ലാന്റ് ആയില്ല, പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതാ പോപ്കോൺ എന്തിനാണെന്നറിയോ? ബാക്കി ആടിനും ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ നോർമലി പിന്നെ ഇലകളാണ് കൊടുക്കുക ആൾക്കാർ വരുന്നവർക്ക്. ചിങ്കിനും കൊടുക്കുക. ഓക്കെ, ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇതാണ് കനേഡിയൻ പിഗ്മി കേട്ടാ. ചെറിയ കുള്ളനാടുകളാണ്. നമ്മളവിടെ പിന്നെ ആടിൻ്റെ വെറൈറ്റി നമ്മൾ കൂട്ടാനിട്ടാണ് കേട്ടാ. ഇത് സിങ്ക്. കഴിച്ചോ? ഓക്കെ, സിങ്കെല്ലാം നല്ല ഗ്രൂം ചെയ്ത് കുട്ടപ്പന്മാരാക്കി നിൽക്കുന്നുണ്ടാ. നമ്മുടെ വീറിൻ്റെ മക്കളാണ്. അതുപോലെ ഇതാ പിന്നെ നമ്മൾ ഡുംബ കോട്ട്. ഇത് നമ്മളെ അടുത്തുള്ള പോലത്തെ ഡുംബ അല്ല കേട്ടാ, വ്യത്യാസമുണ്ടേ. ഇത് നമ്മളെ അടുത്ത് ഫുള്ള് രോമമുള്ളത്, ഇത് രോമം കുറഞ്ഞ. അതേപോലെ നമുക്കൊരു കിടിലൻ വീഡിയോഗ്രാഫറെ കിട്ടിയിട്ടുണ്ടേ, അസ്ലമിന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞത്. മിസറിനെല്ലാം പുറത്താക്കേണ്ടി വരും. നോക്കട്ടെ എങ്ങനെയുണ്ട് വീഡിയോ ഉണ്ട്. പെറ്റ് സ്റ്റേഷനിലേക്ക് കൂട്ടേണ്ടി വരുമോ നോക്കട്ടെ. ഇഷാമേ പണിയാവുമെന്നറിയില്ല, നോക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഡുംബനൊന്ന് ജസ്റ്റ് പിന്നെ കാണിച്ചു തരാമല്ലോ. ഡാ ഇട്ടിക്കാൻ വരുന്നുണ്ടാ. ഒന്ന് കാണട്ടെ. ഇതണ്ടാ, ഇത് നമ്മുടെ പിന്നെ ഡുംബ പോലത്തെ അല്ലേ, ഇത് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ഹെവിയാണ്. ഭയങ്കര ഫാറ്റല്ലേ. ഓക്കേ, ചെറിക്കോ. പിന്നെ പരിചയമില്ലാത്ത മൃഗമായതുകൊണ്ട് അധികം ഇതിനോട് കളിക്കാൻ നിൽക്കുന്നില്ല. വരട്ടെ, കുഴപ്പമില്ല. ഒന്നും സാറില്ല.
ഇതന്നെല്ലാം നമ്മൾ കാണുന്നത് സ്ഥിരമായിട്ട് എല്ലാ ഇടിയന്മാരാണ് നമ്മുടെ അടുത്തുള്ളത്. പക്ഷെ ഇത് നല്ല സൈസ് ഉണ്ടല്ലേ, മറ്റേ ഡുമ്പിനേക്കാളും ഹെവിയാണ്, ഭയങ്കര സൈസ് കേട്ടാ. ആ തീറ്റ കുറച്ചാണല്ലേ. ഓക്കെ, ഹെവി ഹെവി. ജേക്കബ് ഷീപ്പ്. ഇതിനെ കുറച്ചും കൂടി നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ മുഖം നോക്കിയാൽ 4 കൊമ്പ്. നമ്മുടെ അടുത്തുണ്ട് സെയിം, പക്ഷേ ഇവൻ്റെ ഒന്നും കൂടി ഇങ്ങനെ റൗണ്ടാന്ന് തോന്നുന്നു നമ്മളതിനേക്കാളും അല്ലേ. ഗുഡ്, അടിപൊളി. ആടിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ പിന്നെ എല്ലായിടത്തേക്ക് വരുന്ന ആ ഒരു ഏരിയ കണ്ടാ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഇങ്ങനെ കാണുന്ന പോലെ ഉള്ളത് കേട്ടോ. അതൊക്കെ എന്താ രസം. അതുപോലെ നമ്മുടെ കേടാഗോട്ട് ഡാ. ഓ ഇതിൻ്റെ പേര് വെമ്പൂർന്നാ. ഇതന്നെയല്ലേ നമ്മൾ കേടാഗോട്ട് എന്ന് പറയുന്നത്. കേടാഗോട്ട് അങ്ങനെ 2 പേര് പറയും. നമ്മൾ കേടാഗോട്ട് എന്നാ മുന്നേ പറയല്, കേടാന്ന്. വെമ്പൂർന്ന് അതിൻ്റെ ശരിയായ പേര് കേട്ടോ. ഞാൻ ഇപ്പം അത്ര കാണുന്നത് നമ്മുടെ തമിഴ്നാട്. അതുപോലെ പുങ്കന്നൂർ, ഇത് കുറച്ചും കൂടി വലുതാണേ, നമ്മളതേപോലത്തെ അല്ല, കുറച്ചും കൂടി വലുതാണ്. അയ്യവാ, ഇതിൻ്റെ ഇതൊക്കെ അടിപൊളി അടിപൊളി. ഷമീൻ്റെ പേരെന്താ പറഞ്ഞേ? കുഞ്ഞൂട്ടൻ അല്ലേ? കുഞ്ഞൂട്ടൻ എന്ന പേരേ. അയ്യവാ, 15 വയസ്സാ? 15 വയസ്സുണ്ട് കേട്ടോ. 15 വർഷമായിട്ട് ഷാമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, പൊളി. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് വരാം. ഇതണ്ടാ ബാർബാറി നമ്മുടെ പാത്തുവിൻ്റെ ഒരുമിച്ച് ഞാനും ഹിഷാമും ഒരുമിച്ച് വാങ്ങിയാന്ന് കേട്ടോ. ഇവിടെ ഒന്നിനെ വെച്ച് നമ്മൾ പാത്തുവിനെ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഇപ്പോൾ പാത്തുവിനൊരു കുട്ടിയല്ലേ, ഇവിടുത്തെ ഒരു കുട്ടിയായിട്ടുണ്ട്, ഒരു മെയിൽ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ടേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് പാത്തുവിന് പേരാക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കൊരു ആണിനെ കുറേ നാളായി തപ്പി നടക്കുന്നു, സെയിം കളറിനെ കിട്ടുകയും ചെയ്തിട്ടാ. പിന്നെ എന്താ പറയുക, ഫാം വില്ലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെറ്റ് സ്റ്റേഷനിലുള്ള പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ സെറ്റ്, അടിപൊളി. അപ്പോൾ വന്നതിന് മുതലേ ഒരു ആടിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ നമ്മൾ മെയിൻ വന്ന സാധനമാണ് ഇവിടെയുള്ളത്, കാളവണ്ടി. ഏടാ അങ്ങോട്ടേക്ക്. ഓക്കെ, ഇതാ ഈ കാളവണ്ടിയാണ് നമുക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടത്. 2 കാളവണ്ടിയാണ് ഞാൻ വിഷാമം കൂടി വാങ്ങിച്ചത്. അതിലൊരു കാളവണ്ടി ഇത്. ഒന്ന് ജസ്റ്റ് കയറി നോക്കട്ടെ. അയ്യോ, നമ്മുടെ കാള വലിയ കാളയാണ് നമ്മുടെ അടുത്ത കാള, അതുകൊണ്ട് കുറേ ഇങ്ങോട്ടേക്ക് എത്തും. മറ്റേ വണ്ടിയാകുമ്പോൾ ചിലപ്പോൾ സെറ്റ് ആവില്ല. ഈ വണ്ടി കുറച്ച് ചെറുതാണെങ്കിലും ലെങ്ത് ഉണ്ട്. ഓക്കെ, നമ്മുടെ സീറ്റിങ്ങിൻ്റെ ഇത് കുറച്ച് ചെറുതാണ് മറ്റേതിനേക്കാളും. അപ്പോൾ നമ്മൾക്ക് കൊണ്ടുവന്ന കാളയായിട്ട് സെറ്റാവും, അടിപൊളി. ഇത് ചെറിയ കാളയാണ്, നമ്മളത് കുറച്ചും കൂടി ഹെവിയാണ് കേട്ടോ നമ്മൾ എടുത്തത്. അതുപോലെ ഒരു വെറൈറ്റി സാധനത്തിന് കാണിച്ചാലോ, നമ്മൾ അന്നേ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ 2 അഭിപ്രായമാണ്. കുറേ ആൾക്കാർ വാങ്ങിക്കേണ്ടെന്നും പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആളെ കാണിച്ചാലോ, വാ. എന്താ പോണേ, ഇങ്ങനെ ആക്കി ഒന്നും ചെയ്യൊന്നുമില്ലേ? അല്ലെങ്കിൽ ഇന്ന് ഇടിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയോ? കാണിക്കാം, അതിനെ കാണിച്ചോ. അത് പുറത്തു പോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്യാരറ്റ് കൊടുക്കാം. എന്നാടാ, ഓ സിമ്പിള്. അപ്പോൾ പിന്നെ ഞാനും ഇഷാമും ഇതേപോലെ നമ്മൾ ഈ ചെറിയ കുഞ്ഞിനെ വാങ്ങിച്ചത് അന്ന്, പിന്നെ മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചെന്ന് തോന്നല്ലോ ഇതിനെ. അന്നേരം അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര എതിർപ്പ്, പിന്നെ പിഗ് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അഭിപ്രായം ചോദിക്കാം, നമുക്കിത് വാങ്ങിക്കണോ കുഞ്ഞിനെ? ഇതൊരു വെറൈറ്റി കളറും കാര്യങ്ങളിലായിട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഒന്ന് അഭിപ്രായം പറയണേ. വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, സംഭവം നല്ല ഉണ്ടല്ലേ, ഹെവി. കുറേ മറ്റേ ബോർബൺ ടർക്കിയും അതുപോലെ നോർമൽ ടർക്കീസൊക്കെ ഉണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു, പഴയ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ അതാണ് നമ്മൾ എക്സോട്ടിക് ആനിമൽസും ഇതൊക്കെ കൂടിയപ്പോൾ നമുക്ക് ഇതിനൊന്നും സ്പേസ് ഇല്ലാണ്ടായി. അപ്പോൾ നമ്മളെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസറിൻ്റെയും അതുപോലെ ആപ്പിൻ്റെ ഇല്യാസിൻ്റെ എല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് ഓരോരാൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പല വീടുകളിലായിട്ട് ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അതുപോലെ ഒരു പിന്നെ വൈറ്റ് പോണി, അതുപോലെ ഡോങ്കി ഇവിടെ ഉണ്ടായ കുട്ടിയാണിത്. ഇതിനെ പുറത്തിറക്കിയാൽ നല്ല കാഴ്ച കാണാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് കാണിച്ചു തരാമല്ലേ. പിന്നെ ഓടുന്നതാണ് നല്ല രസം.
ശരിക്കും കീ കൊടുത്തിട്ട് വിട്ടോല്ലേ? അമ്മയും ഇറങ്ങി. ആൾക്കാർ വരുന്ന സമയമല്ലേ, വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട. ഡാ 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 ആയി വാ. ഓക്കെ, ഇത് മിനിയേച്ചർ തന്നെയാ, കുറച്ച് ചെറുതല്ലേ? അത്ര നമ്മളെ ഉള്ളത് കുറച്ചും കൂടി ചെറുതാണ്. ആ അവിടെ ഉള്ളത് അതുപോലെ പിന്നെ മിനിയേച്ചർ ഹോഴ്സും നമ്മളവിടെ ഉള്ളത് ഒന്നും കൂടി ചെറുതാണ്, നല്ലോണം ചെറുതാണ് നമ്മളെ സൂറ. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അതുപോലെ ഇതിനെ ഞാൻ ഒരു 4-5 വർഷം മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ ഋഷിയേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ പണ്ടൊരു കൃഷിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായില്ലേ? എന്താ പറയുക, കംപ്ലീറ്റ് നമ്മൾ കൊയ്യുന്നതും അതുപോലെ കുറേ മറ്റേ വലിയ കുതിരയും കാളയെല്ലാം ആയിട്ടുള്ള ആ വീഡിയോസിൽ ഉള്ള കുതിര എന്നിട്ട് ഇത് ഇപ്പോൾ ഇഷാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുപോലെ നമ്മളെ അടുത്ത് കൊണ്ടുവന്ന കോൾഡക്കാണത്, നമ്മുടെ ബേബീസാ. ഇഷാം ഇത് മുട്ടിടാൻ തുടങ്ങിയാ? അഡൾട്ടായി അല്ലേ? അഡൾട്ടായി ടൈമായി, പക്ഷെ മുട്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, മെയിൽ ഫീമെയിൽ തന്നെ കേട്ടോ. മെയിൽ ഫീമെയിൽ അറിയില്ല എല്ലാവർക്കും. മെയിൽ വാലിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും, ഫീമെയിൽ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് താറാവിനെ മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരാളിതാ, പിന്നെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പ്രശ്നമൊന്നുമില്ല. കണ്ട, ഇത് ഇഷാമിനെ കാണുമ്പോൾ ഒരു കൊത്താനുണ്ടേ. വാ ഇഷാമ ഒന്ന് കാണിച്ചേ. മുതലാളിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്താണെന്നറിയില്ല. അത് ചില ജീവികൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ചില ജീവികൾ ഭയങ്കര പ്രശ്നം. നമ്മൾ ഒട്ടക പക്ഷേ എന്നെ അടുപ്പിക്കുകയില്ലല്ലോ. അങ്ങനെ ഒരു ചില സാധനം അങ്ങനെ ഉണ്ട്. ചിലത് നമ്മുടെ അടുത്ത് നോക്കിയപ്പോൾ മൗഗിളി ഭയങ്കര നമ്മളെ കടിക്കില്ല. അതേപോലെ കണ്ടാ നമ്മുടെ അടുത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടാ, ഓക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ നമുക്കിങ്ങനെ പോവാം. ഇതുണ്ടാ ഓരോ പാസേജും കണ്ടാ എന്ത് രസമായിട്ട്. ഇതുപോലെ ചേമ്പൊക്കെ നോക്കിയേ, ഇത്ര വലിയ എല്ലാം നോക്കിയേ. ഇതൊക്കെ ഞാൻ 3-4 ചേമ്പ് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അമ്പണ്ണം എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ സംരംഭമൊക്കെ ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്തല്ലോ മറ്റേ എന്താ പറയുക, ചെടികളും കുറേ മറ്റേ ചേമ്പും അതും ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഷാമിൻ്റെ അടുത്തെല്ലാം നമ്മൾ അറിയുന്നിടത്തെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, നല്ല രസമായിട്ടുള്ള പാസേജാണ്. അതാ ഇത് മറ്റേ ബാരൻ എന്താ ഇതിൻ്റെ പേര്? കേപ്പ് ബാരൻ അല്ലേ? കേപ്പ് ബാരൻ ഗൂസ് പറഞ്ഞു അതാണ് ഇത് കേട്ടാ. അതിൻ്റെ ചെറുവെട്ടിന്ന് തോന്നുന്നു അല്ലേ? പുറത്തിട്ടിട്ടാണെന്നുണ്ട്. ഇത് അത്യാവശ്യം പറക്കുവേ. അതിങ്ങനെ ഇനി ഒരു സാധനത്തിനെ കൺസിഡറല്ല. അയ്യോ, നമ്മുടെ മിൻപി. ബാ മിൻപി എന്നെ കണ്ടില്ലേ? അച്ചോടാ, അല്ല സങ്കടായിടാ. നോക്കിയേ, വിഷമല്ലായത് എന്ത് പറ്റിയടാ? ഇത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന കേട്ടാ. നമ്മുടെ അടുത്ത് 3 കുട്ടികളുണ്ടായത്. 2 പിന്നെ ഒരാൾ ഇവിടത്തേക്ക് കൊണ്ടുവന്ന്, ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത്, ഒരാൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ആകെ വിഷമായ പോലെ. അതുപോലെ ഇവിടുത്തെ പിന്നെ സൽക്കട്ടനെ കൺസിഡറല്ല, നല്ല ഒളിച്ചിരിക്കുന്നുണ്ടാ. ഓ, അത്യാവശ്യം സൈസായിട്ടാ, നല്ല കയറി വന്ന സൈസ്. ഓക്കെ, എങ്ങനെയാ ഫുഡ് അടി? എങ്ങനെയാ? ഹെവി അല്ലേ? തീറ്റട്ടോ, വേറൊരു പരിപാടിയില്ല. അത് നമ്മളടുത്തായിട്ട് കളർ ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? കളർ ഇതൊന്നും കൂടി ഒരു ഐവറി കളർ കയറിയ ഒരു സംഭവം. അതേപോലെ ഒരു സംഭവം കാണിച്ചാലിതാ ഇഷാമേ, എനിക്ക് പിന്നെ 1-2 ഇത് വേണം കേട്ടോ. എന്താ പറയുക, ഗിനി പിക്സ്. അത് പെറുവിയൻ ഉണ്ട്, അബിസീനിയൻ ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതാ പെറുവിയൻ, ഇതാണ് പെറുവിയൻ കേട്ടോ, നല്ലോണം ഹെയർ ഉള്ളത്. അതുപോലെ അബിസീനിയൻ ഇതാ. അതുപോലെ അബിസീനിയൻ എനിക്കൊരു മെയിൽ വേണം ലൈനേജ് മാറ്റാൻ വേണ്ടി. ഇപ്പോൾ കുട്ടികളായി വരുമ്പോഴേക്ക് വലുപ്പം കുറഞ്ഞ് വരാൻ തുടങ്ങി. സെയിം ബ്ലഡ് ലൈൻ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരേ ഇതിൽ തന്നെ മാറി കുട്ടികളാകുമ്പോൾ അതുകൊണ്ട് ഒരു മെയിൽ നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ പെറുവിയൻ നമുക്കൊരു പേരന് കൊണ്ടുപോകാം. അല്ല ഉണ്ടല്ലേ? ഇതാ ബ്ലാക്ക് അടിപൊളി. അതുപോലെ പിന്നെ റാബിറ്റിനെ കണ്ട, ഇതെന്നറിയാം, ഇത് ഡാർഫാണ് കേട്ടാ. ഇതാണ് നെതർലാൻഡ് ഡാർഫ്. കാണാൻ പിന്നെ വലിപ്പം ചെറുതാണെങ്കിലും അഡൾട്ടാണ്. ഇത് വലിയ മുയലുകളാണ്. അതുപോലെ മിനി ലോപ്പ്,
മിനി ലോപ്പ്. അതുപോലെ ഒരു ലോപ്പ് വെറൈറ്റിനെ കാണുന്നത് എന്ത് സംഭവം? കുറച്ച് ഹെയറി ആയിട്ടുള്ളത്. ഇത് കൊള്ളാല. നോർമൽ ലോപ്പിന് ഇത്ര ഹെയർ ഉണ്ടാവില്ല. നല്ല ഹെയറി ആയിട്ടുള്ള ലോപ്പ് ഇതാ, അടിപൊളി. അതുപോലെ അങ്കോറ റാബിറ്റ് ഇതാ. എല്ലാത്തിനെയും ഗ്രൂം ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇത്ര വൃത്തിയേട്ടാ. അതുപോലെ നമ്മുടെ മെയിൻ സാധനം ഇതാ. ആരാ നോക്കിയേ? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. ശരിയായ പെരിച്ചായി അതപ്പുറം നിൽക്കുന്നു. പെരിച്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഈ കളർ ഇതണ്ടാ. നമ്മുടെ ഈ കളർ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും സംശയമാണ് എന്താ പെരിച്ചായിനെ പോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ആ കളർ നോക്കിയേ, നമുക്ക് തന്നെ കാണുമ്പോൾ പെരിച്ചായിനെ പോലെ തോന്നുന്നുണ്ട്. ഇതല്ലേ അതാ കാണുന്നതാ സെയിം. ആ ചാര കളർ കാണുമ്പോൾ ശരിക്കും പെരിച്ചായി തന്നെ പറയും. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടാവും ഇവിടുന്നിട്ടാ, മിക്കവാറും അങ്ങനെ പറയുന്നുണ്ടാവും. ഓക്കെ, ഇതുണ്ടാ തീറ്റൻ്റെ തീറ്റ. പക്ഷെ ഇതുവരെ പ്രസവിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ ഇവർ. ഇവിടെ നമ്മളടുത്ത് കറക്റ്റ് പ്രസവിച്ചുകൊണ്ടുണ്ട്. ഓക്കെ, ഇത് 3 എണ്ണം ഉള്ളത്. പക്ഷേ ഒരെണ്ണത്തിന് കാഴ്ചയില്ലാണ്ടായി പോയി. ഇതുണ്ട് ഇവർക്ക്. ഇത് വാലബി. ഇതുണ്ട്. ഇത് 2 കണ്ണും കാണില്ല. വീഡിയോ കാണാറുണ്ടോ? പെറ്റ് സ്റ്റേഷൻ തന്നെ അല്ലേ? ഇതണ്ടാ നമ്മുടെ സബ്സ്ക്രൈബറാ. നമ്മളെ മറ്റേ ചാവക്കാട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടാ? ഫിഷ് മരിച്ചു പോയ സമയത്ത് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അത് ഒരു 5 വർഷം മുന്നേ. ഓക്കെ, എവിടെ സ്ഥലം? അല്ല അതന്നെ, അത് 5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പോഴായിരിക്കും. ഇവിടെ അടുത്താണോ സ്ഥലം? കോയമ്പത്തൂരാണല്ലേ? ഓക്കെ. ഇത് കങ്കാരുവിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. വാലബി എന്ന് പറയും. ഇതാ നമുക്ക് വാലബി ഓടുന്നതാണ്. ജസ്റ്റ് നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട, എന്നാലും ജസ്റ്റ് ഓടുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ട ഇത് 2 ഫീമെയിലും ഒരു മെയിലും ആണ്. ഈ കാഴ്ചയില്ലാത്തതും ഫീമെയിലാണ് കേട്ടോ. ഇത് മെയില്, അതും ഫീമെയില്. ആ കാഴ്ചയില്ലാത്തതും ഫീമെയില്. ഓക്കെ, ഇതെന്താ ഓടുന്നുണ്ടോ? അതാ ശരിക്കും ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. പൊതുവേ പകൽ എന്നല്ല, ഇവരധികം പിന്നെ ആക്റ്റീവ് ആകാന്ന് പറയുന്നത് ഒരു 3 മണി 4 മണിക്കുള്ള ശേഷമായിരിക്കും. എന്താ ചോദിച്ചേ? അതെ. ആ ഫാമിലി തന്നെ, കങ്കാരു ഫാമിലി തന്നെ. വാലബി എന്ന് പറയും ഇതിന്. കങ്കാരു കുറച്ചും കൂടി വലുതാണ്. അതുപോലെ നമുക്ക് ഒരു ടെറൻഡുലിനെ കാണാമല്ലോ, ബേർഡ് ഈറ്റർ. അത്യാവശ്യം സൈസുള്ള സാധനം. ഈ കയ്യിലെടുക്കല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ലാസ്റ്റ് തന്നെ കടിക്കോ? ഏതാ സാധനം നോക്കിയേ. പൊളിയല്ലേ? അടിപൊളി. തിരിച്ചു വെക്കാല പോലേ. ഇതിന് ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ടോ? ചിരട്ട തന്നെയല്ലേ എല്ലാ നാട്ടിലും പറയാം. ശരിക്കും ഓക്കെ. നല്ല ഇഷ്ടമായി കേട്ടോ അത് ചിരട്ട. അതുപോലെ ടെഗുവിനൊക്കെ ഉണ്ടാ? ഇത് ടൈം തന്നെ അല്ലേ? അടിക്കോ? നമ്മൾ തന്നെ സെയിം സൈസ് അതേപോലെ തന്നെ ഉള്ള കേട്ടാ. നമ്മൾ ഒരു ഫീമെയിലിന് എടുത്തിട്ടുണ്ട്. ഇത് 2 മെയിലാണ്. നമ്മളന്ന് പേരെടുത്ത് ഒന്ന് ഞാനെടുത്ത് ഒന്ന് ഇഷാമ എടുത്തു. പക്ഷെ 2 പിന്നെ മെയിലായിപ്പോയി. അതുപോലെ ഇത് നമ്മളെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടാ. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഇതിനെ? നമ്മുടെ കിങ് സ്നേക്ക്, മെക്സിക്കൻ കിങ് ബ്ലാക്ക് സ്നേക്ക്. ഓർമ്മയുണ്ടോ? അത് പണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായതാണ്. ഓരോ ഇഷാമ കുറച്ച് ദിവസത്തേക്ക് എന്നിട്ട് എടുത്തോണ്ടാണ്, പിന്നെ തിരിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഹെഡ് ജോഗ്, പിന്നെ പാമ്പും എലിയെല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പാമ്പിതാ, പിന്നെ മൈസ് ഇതാ അടുത്ത് തന്നെ. മൈസിന് ഇങ്ങനെ കുറച്ച് പിന്നെ കയറാനിൽ ഇതൊക്കെ വെച്ച് കൊടുത്ത് നല്ല രസമുണ്ട് കാണാൻ. ഇതാ രസം നോക്കിയേ. അങ്ങനെ പോയിക്കോ. ഓക്കെ, പിന്നെ ബിയർഡ് ഡ്രാഗൺ ഇതാ.
അയ്യോ എന്ത് ഉരി വന്നല്ല ഇങ്ങനെ അടിപൊളി. പിന്നെ ഫെസൻറ്റിൻ്റെ കേജുകളുണ്ട്. പിന്നെ ഇതെന്താ കോഴി വെറൈറ്റീസ്, കോഴീൻ്റെ അത്യാവശ്യം വെറൈറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറാമനെ കണ്ട സെറാമ, ആ റോസ് കോമ്പ് അല്ലേ, റോസ് കോമ്പ് നല്ല രസമുണ്ടല്ലോ. റോസ് കോമ്പ് ബ്ലാക്ക് രസമില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ പോവാം. ഇതാ മർമോസെറ്റ് ഫീഡ് ചെയ്യാതെ ഇതാ അതാ ആ വാ കാണിച്ചല്ലേ, വാ വാ ഐ വാ. അതിൻ്റെ ബാക്കിലതാ കുട്ടി കാണുന്നുണ്ടാ? ആ അടിപൊളി. അതിങ്ങനെ വന്ന് വാ വാ വാ. ഒരു ബ്ലാക്ക് സ്ക്വിറലിനെ കണ്ട. ഇനി ഞാൻ കൊണ്ട് പോകട്ടെ ഇഷാമേ, ഇതിനെ തരുമല്ലോ. പിന്നെ നമ്മളതിനെ ഒരു പിന്നെ ഇത് മെയിലല്ലേ ഫീമെയിലല്ലേ നമ്മൾ നോക്കുന്നത്? ആ ഫീമെയിൽ നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഇതാ മെക്ക് ഹൗസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ പാസേജ് തന്നെ ഫുള്ളായിട്ട് നടന്ന് ഇങ്ങനെ പോവാം. പിന്നെ സൺകോണൂറിന് ഫീഡിങ്. പിന്നെ ഇതാ ഒട്ടകപ്പക്ഷി. സൈസായിട്ടില്ല, വലുതാണത്രേ. എല്ലാ ഇലയിലും നോക്കിയാൽ എന്താ രസം. ഇങ്ങനെ വന്ന് അടിപൊളി, നല്ല രസമുണ്ടാവില്ലേ വീഡിയോയിൽ കാണാൻ. ഇതിങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ പോയി വരുമ്പോൾ. പിന്നെ ഇത് നമ്മളെ മീർക്കാറ്റ് ഓക്കെ. പിന്നെ ഫുഡ് കിട്ടിയ കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവികളും നല്ല ഉറക്കം തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്തെല്ലാം ഫുഡെല്ലാം കാണിച്ച് ആക്റ്റീവ് ആക്കുന്നതാണ് കേട്ടോ ബാക്കുന്നൊക്കെ. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവികളും നല്ല ഉറക്കം തന്നെ ഇരിക്കും, ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ചൂടും കാര്യങ്ങളല്ലേ. അതുപോലെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെടുത്തൊരു സാധനം കൂടി ഉണ്ടേ. ഇതാ റോൾ പാട്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് റോൾ പാട്രിഡ്ജ് കേട്ടോ. എപ്പോൾ പേരിട്ടല്ല ഇതിൻ്റെ, പണ്ട് മുതലുണ്ട്. ഇത് ഒരു 5 വർഷം മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിനി, എന്നിട്ട് മിസ്സായി പോയതോ. ഓക്കെ, ഇത് ഒരു പേർ ഞാനും ഒരു പേർ ഇഷാമും എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെയും കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ ബാ, നമുക്ക് കൂടി കാണിച്ചു തരാമല്ലോ. ഇതുണ്ടാ ഇഗ്വാൻ്റെ ഒരു കൂട്ടം. ഇതൊക്കെ കാണുമ്പോൾ മരം പോലെ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ. അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. ഏകദേശം കണ്ടു കഴിഞ്ഞ് എൻഡിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ക്യാപ്പിലൂടെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എക്സിറ്റായി. ഓക്കെ, ഇതാ ഇവിടെ എത്തിയാൽ പിന്നെ എക്സിറ്റായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. മുതലാളിയും കൂടി ഒന്ന് കാണിച്ചേക്കതാ. മുതലാളിനോട് പറയുന്നത് ഇപ്പോൾ എന്തെല്ലോ സാധനത്തിന് ഇടുന്ന് എടുത്തുകൊണ്ട് പോകാനുണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണെന്നുള്ള ഇപ്പോൾ 3-4 സാധനത്തിന്, അത് 2-3 സാധനത്തിന് കാണിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ബാക്കി എന്തെല്ലാം പൊക്കാനുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ കാളവണ്ടിയും കുറച്ച് സാധനമായിട്ട് നമ്മൾ പോക്കായി. ഷാമിന് എല്ലാവർക്കും അറിയില്ലേ, ഷാമിൻ്റെ പേജും അതുപോലെ ഫാമിലിൻ്റെ പേജിലെല്ലാം എല്ലാവർക്കും കയറി നോക്കട്ടോ. നല്ല നല്ല ഫണ്ണി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഫാമില്ല എന്നുള്ള പേജിൽ തന്നെ, അത് നമ്മുടെ പിന്നെ അസ്ലം തന്നെയാണ് പിന്നെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ യുണീക്ക് പെറ്റ്സ് ഇഷാമിൻ്റെ ചാനലിൽ എല്ലാത്തിലും ഒന്ന് കയറി നോക്കാം. ഓക്കെ, എല്ലാം പിന്നെ പെറ്റ് സ്റ്റേഷനും ഇതെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ ഉള്ള ടീമാണ്. ഓക്കെ.